ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്ര എങ്ങനെയെങ്കിലും കോടതിയിലേക്ക് പോകണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പ്രേമയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിയത് കൊണ്ട് തന്നെ കരഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സിദ്ധുവിൻ്റെ പ്രതികരണം മോശമാണ് എന്ന് കണ്ടപ്പോൾ പിന്നെ ശരത്തിനെയാണ് വിളിക്കുന്നത്. എന്നിട്ട് ശരത്തിനോട് പറയണേ, ശരത്ത് പെട്ടെന്ന് ഇവിടേക്ക് വരുമോ? എന്താ നീ പിന്നെയും ആരെങ്കിലും തല്ലിക്കൊല്ലിയോ? ഇനിയിപ്പോൾ അത് ഏറ്റെടുത്ത് പോകാനാണോ എന്നെ വിളിക്കുന്നത്? അതല്ല, ഞാനിപ്പോൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പാകമില്ലാതെ ഇരിക്കുകയാണ്. ആ ഭ്രാന്തി വീടിൻ്റെ ഡോർ പൂട്ടി ചാവി പുറത്തേക്ക് എറിഞ്ഞിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ ശരത്ത് തന്നെ ഞെട്ടിപ്പോവാണ്. അത്രയ്ക്ക് കൂടുതലാണോ ഇപ്പോൾ പ്രേമിച്ചയുടെ അവസ്ഥ? ശരത്ത് പറയണേ, ഞാൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് വരാം. അല്ല, എനിക്കൊരു പേടിയുണ്ട്, ഞാനെങ്ങാനും അവിടേക്ക് വന്നാൽ ആ ഭ്രാന്തി എന്നെ ഉപദ്രവിക്കുമോ? അതെങ്ങനെ? അതൊന്നും ശരത്തിനെ ഉപദ്രവിക്കില്ല. അതെങ്ങനെ ചന്ദ്രയ്ക്ക് ഇത്ര ഉറപ്പ്? അല്ല, ഞങ്ങളൊക്കെ വീടിൻ്റെ അകത്തല്ലേ, ശരത്ത് പുറത്തല്ലേ ഉള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പ്രേമിച്ച് ശരത്തിനെ ഉപദ്രവിക്കുക? ശരത്ത് പെട്ടെന്നൊന്ന് വന്ന് ഈ ഡോർ ഒന്ന് തുറന്ന് താക്കി. ശരി, ഞാനിതാ പെട്ടെന്ന് തന്നെ വരാം. പക്ഷേ ഞാൻ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണോ? മറ്റേത് കൊണ്ടുവരണം. എന്ത് മറ്റേത്? വിഷം കൊണ്ടുവരണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്ന് പിന്നെ എന്തെങ്കിലും ഭക്ഷണത്തിൽ കലക്കി കൊടുത്താൽ അതോടുകൂടി ആളുടെ ശല്യം ഇല്ലാതാവും. അതൊന്നും വേണ്ട. ഒരു തവണ കൊടുത്തതിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും വേണ്ട. എന്നെ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടുത്തിയാൽ മതി. ഇന്ന് വിഷ്ണുവിൻ്റെ ജാമ്യം പരിഗണിക്കുന്ന ദിവസമാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കോടതിയിലേക്ക് പോകണം. അതിനിപ്പോൾ സമയം ഒരുപാടായില്ലേ. ഇനിയിപ്പോൾ കോടതിയിലേക്ക് പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും അരമണിക്കൂർ എടുക്കും. എന്നാലും ശരി, ഞാൻ അവിടേക്ക് വരാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കാൻ കേട്ടോ. ചന്ദ്ര നല്ല കഷ്ടപ്പാടിലാണെന്നുള്ള കാര്യം ശരത്തിന് മനസ്സിലാവാണ്. അങ്ങനെ ചന്ദ്രയ്ക്ക് വേദന സഹിക്കാൻ വയ്യാതെ കരഞ്ഞോണ്ടാണ് ഇരിക്കുന്നത്. പിന്നീട് പ്രേമയ്ക്കാണെങ്കിലോ ചന്ദ്രയ്ക്ക് കൊടുത്തത് മതിയാവാതെ കലി അടങ്ങാതെ ഇരിക്കുകയാണ് റൂമിൽ. അപ്പോഴാണ് അച്ഛൻ വരുന്നത്. എന്നിട്ട് പറയാണ്, എന്തിനാ മോളെ നീ അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും എന്തുമാത്രം അധികം വിഷമാവുന്നുണ്ടെന്നോ? അപ്പോൾ പ്രേമ പറയാണ്, അത് പിന്നെ അച്ഛ, അവൾ ഇങ്ങനെ മുതിർന്നവരോട് ഇങ്ങനെ ബഹുമാനമില്ലാതെ സംസാരിക്കാൻ പാടുണ്ടോ? അവൾ എന്ത് ധിക്കാരത്തോടു കൂടിയാണ് അച്ഛനോട് സംസാരിക്കുന്നത്. എനിക്കിങ്ങനെ മുതിർന്നവരോട് ധിക്കാരത്തോടു കൂടി സംസാരിക്കുന്നവരെയും പെരുമാറുന്നവരെയും എനിക്ക് ഇഷ്ടമില്ല അച്ഛ. ഞാൻ അവളെ മര്യാദ പഠിപ്പിക്കും. അപ്പോൾ അച്ഛൻ പറയണ്, നീ എന്തിനാണ് മോളെ അതിന് അടിക്കുന്നത്? നിനക്ക് അടിക്കാതിരുന്നൂടെ? അവൾ സിദ്ധുവിൻ്റെ ഭാര്യയാണ്. സിദ്ധുവിൻ്റെ ഭാര്യയോ? അവൾ സിദ്ധുവിൻ്റെ ഭാര്യയൊന്നുമല്ല. അവളെ താലി കെട്ടി എന്ന് കരുതിയിട്ടേ അവൾ സിദ്ധുവിൻ്റെ ഭാര്യയൊന്നും ആവാൻ പോകുന്നില്ല. സിദ്ധുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അച്ഛൻ പറയണേ, നീ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് എനിക്കറിയാം. നിനക്കൊന്നും ഓർമ്മയില്ലല്ലോ. ഇപ്പോഴും അവൾ സിദ്ധുവിൻ്റെ ഭാര്യ തന്നെയാണ്. അതുകൊണ്ട് മോൾ ഒരിക്കലും ഇങ്ങനെയൊന്നും പെരുമാറരുത്. ഇങ്ങനെയൊക്കെ ഇനി അവളോട് പെരുമാറിയാൽ പിന്നെ അച്ഛൻ അവൾ പറയുന്നതേ മോളെ ഭ്രാന്തിന് ചികിത്സിക്കണമെന്നാണ്. അതുകൊണ്ട് മോൾ ഇനി അവളോട് ഇങ്ങനെയൊന്നും പെരുമാറരുത്. അത് കേട്ടപ്പോൾ ഞാൻ ഇനിയും അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറും. കാരണം അവൾ അതിന് അർഹതയുള്ളവൾ തന്നെയാണ്. ഞാൻ വേറെ ആരെങ്കിലും അച്ഛ ഇതുപോലെ ഉപദ്രവിക്കുന്നുണ്ടോ? ഇല്ല മോളെ, അതൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ അവൾക്കിത് കിട്ടേണ്ടത് തന്നെയാണ് അച്ഛ. അതുകൊണ്ടാണ് അവൾക്കിത് ഞാൻ കൊടുക്കുന്നത്. ഇനിയും ഞാൻ കൊടുത്തിരിക്കും. അതെന്തുകൊണ്ടാണ്? അതൊക്കെയുണ്ട്. അവൾ ഭ്രാന്തിയാണ്. അവളാണ് ശരിക്കും ഭ്രാന്തി, അല്ലാതെ ഞാനല്ല. അവൾക്ക് ഭ്രാന്തിനുള്ളത് ഞാൻ കുറച്ച് കഴിയട്ടെ, ഞാൻ കൊടുക്കുന്നുണ്ട്. അതുവരെ അവൾക്ക് ഇനിയും ഞാൻ തുടർന്നു കൊണ്ടേയിരിക്കും. അവൾക്ക് ഇനിയും ഇതുപോലെയുള്ള ശിക്ഷ അവൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും എന്ന് പറയുമ്പോൾ എന്തു പറഞ്ഞിട്ടും പ്രേമ അനുസരിക്കുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ വിഷമത്തോടു കൂടി അച്ഛൻ ഒന്നും മിണ്ടാതെ എണീറ്റ് പോകുന്നത്. അങ്ങനെ പ്രേമ മനസ്സിൽ ചിന്തിക്കുകയാണ് കരഞ്ഞുകൊണ്ട്, അച്ഛനും ഇവിടെയുള്ളവരാരും തന്നെ വിഷമിക്കരുത്. എൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് നിങ്ങളെല്ലാവരും വിഷമിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ അച്ഛൻ കുറച്ച് നാൾ കൂടി കാത്തിരിക്കും. ഞാൻ പഴയതുപോലെ തന്നെ ആവും. അതുവരെ അച്ഛൻ ക്ഷമയോടുകൂടി കാത്തിരിക്കണം എന്ന് പറഞ്ഞ് പ്രേമയും പൊട്ടിക്കരയുകയാണ് കേട്ടോ. അങ്ങനെയാണ് പിന്നീട് രംഗൻ അവിടേക്ക് വരുന്നത്. അപ്പോൾ കതക് തട്ടി വിളിക്കുമ്പോൾ ആരും അത് തുറക്കുന്നില്ല. അങ്ങനെ കോളിംഗ് ബെല്ലൊക്കെ അടിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ആരുമില്ലേ എന്ന് രംഗൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചന്ദ്ര ജനൽ തുറക്കുകയാണ് കേട്ടോ. എങ്ങനെ തുറക്കാനാണ്? ഡോറ് പൂട്ടി ചാവി നിങ്ങളുടെ ഭാര്യ പുറത്തേക്ക് എറിഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ രംഗൻ, എന്ത്? അതെ, ആ കിടക്കുന്ന ചാവി അവരെ ഡോറ് പൂട്ടി ചാവി പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ പുന്നാര ഭ്രാന്തിയായ ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടും കൊണ്ടാണ് അവിടേക്ക് പ്രേമ വരുന്നത്. എന്താടി നീ പറഞ്ഞത്? ഭ്രാന്തി എന്നോ? ആർക്കാടി ഭ്രാന്തി എന്ന് ചോദിച്ച്, ആർക്കാടി വട്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്നായിട്ട് തന്നെ പ്രേമ വീണ്ടും ചന്ദ്രക്കിട്ട് നന്നായി അടി കൊടുക്കുകയും കഴുത്ത് പിടിച്ച് പിരിക്കുകയും കഴുത്ത് പിടിച്ച് പൂക്കുകയും അങ്ങനെ കൈ പിടിച്ച് വലിച്ച് സോഫയിലേക്ക് വലിച്ച് തള്ളിയിടുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ കണക്കിന് കൊടുക്കുകയാണ്. അപ്പോൾ രംഗന അപ്പുറത്ത് നിന്ന്, വേണ്ട പ്രേമ, ഒന്നും കാണിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്ര നിലവിളിക്കുന്നുണ്ട്, അച്ഛാ ഓടിവാ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. അങ്ങനെ പ്രേമ പറയണ, ആ ചെടിച്ചട്ടിയുടെ അടുത്തുണ്ട് ചാവി, അത് പോയി എടുത്ത് തുറക്കാൻ നോക്ക് എന്ന് രംഗനോട് പറയാണ്. അങ്ങനെ രംഗൻ പെട്ടെന്ന് ചാവി എടുത്ത് ഡോറ് തുറക്കുകയാണ് കേട്ടോ. എന്നിട്ട് രംഗൻ പ്രേമയെ പിടിച്ചു മാറ്റുകയാണ്. അപ്പോൾ ഇവൾക്ക് കണക്കിന് കൊടുക്കണം, ഇവള് എന്നാലാണ് ശരിയാവും. ആർക്കാണ് ഭ്രാന്ത് എന്നുള്ളത് ഇവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും അച്ഛനും കൂടി വരികയാണ്. അപ്പോൾ രംഗൻ പറയണേ, എന്തിനാണ് പ്രേമ നീ ഇങ്ങനെ
ഉപദ്രവിക്കുന്നത്. അപ്പോൾ ഇവളെ ഉപദ്രവിക്കുകയല്ല വേണ്ടത്, ഇവളെ കൊല്ലുകയാണ് വേണ്ടത്. ഞാനേ ചാവി പൂട്ടി അവിടേക്ക് എറിഞ്ഞതേ കള്ളന്മാർ വരും, കള്ളന്മാർ വന്നിട്ടേ പിറകിലൂടെ വന്ന് നമ്മളെ തലക്കടിക്കും, എന്നിട്ട് നമ്മുടെ സ്വർണങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അത് കേട്ടപ്പോൾ പെട്ടെന്ന് ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. തലയ്ക്ക് പുറകിൽ അടിക്കുമെന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഇവർക്ക് കുറേശ്ശെ ഓർമ്മ വരുന്നുണ്ടോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. പ്രേമ പറയണേ, കള്ളന്മാർ വന്ന് നമ്മളെ തലക്കടിച്ച് നമ്മുടെ സ്വർണം മുഴുവനും എടുത്തുകൊണ്ട് പോവും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ദേ ഇരിക്കുന്നു പെരുങ്കള്ളിയാണ് ഇവളെ എന്ന് പറഞ്ഞ് പ്രേമ അകത്ത് പോവാട്ടോ. അപ്പോൾ അച്ഛൻ്റെ എങ്കിനോട് പറയണേ, പ്രേമ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ പറയുന്നത്. അതിൻ്റെ പേടിയാണ് ഇപ്പോൾ പ്രേമ കാണിക്കുന്നത്. അത് കേട്ടപ്പോൾ ചന്ദ്ര പറയണേ, ഇത് തന്നെയല്ലേ ഞാൻ നിങ്ങളോട് പറയുന്നത്, ആ പ്രേമേച്ചിക്ക് ഈ പേടി മാറ്റിയെടുക്കണം, അതിന് നല്ല ഒരു ഡോക്ടറെ കാണിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് കേൾക്കുന്നില്ലല്ലോ. എന്തായാലും ഇന്ന് വിഷ്ണു ജാമ്യം കിട്ടി പുറത്തിറങ്ങും, അതോടുകൂടി ഞാൻ ഇവിടെ നിന്നും പോവും. എനിക്കിനി വയ്യ അടികൊള്ളാനൊന്നും, പിന്നെ എനിക്കിതൊന്നും അറിയണ്ട, പിന്നെ നിങ്ങൾ രണ്ടുപേരുമാവും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞ് ചന്ദ്ര പുറത്തേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ അച്ഛൻ പറയണേ, ചന്ദ്ര പറയുന്നത് എന്ന് കരുതി നിങ്ങളാരും തള്ളിക്കളയേണ്ട, നമുക്ക് പ്രേമയെ നല്ലൊരു ഡോക്ടറെ കാണിക്കണം, എന്നിട്ട് അവളുടെ മനസ്സിലെ പേടിയും ഈ എല്ലാവരെയും ഉപദ്രവിക്കുന്നതും മാറ്റിയെടുക്കണം, അതാണ് നല്ലത്. അപ്പോൾ രംഗം പറയണേ, എന്തായാലും കുഞ്ഞളിയും വരട്ടെ, എന്നിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം അച്ഛാ എന്ന് പറഞ്ഞ് രംഗനകത്തേക്ക് പോവാണ്. ഈ സമയം നിരഞ്ജൻ്റെ അമ്മ മാലിനിക്കും നിരഞ്ജനും ചായ കൊടുക്കുകയാണ്. എന്നിട്ട് മാലിനി ചായ കുടിച്ച ശേഷം പറയണേ, നല്ല ചായയാണ് അമ്മയുടേത്, ഞാൻ ഇനിയും ഇടയ്ക്കിടയ്ക്ക് വരാം. അത് കേട്ടപ്പോൾ അമ്മ പറയണേ, ഇടയ്ക്കിടയ്ക്ക് വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഒപ്പം അക്ഷരയും കൂടി ഉണ്ടാവണം. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഞാൻ തനിച്ച് വന്നാൽ എന്താ കുഴപ്പം? നീ തനിച്ച് വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അക്ഷര കൂടി ഉണ്ടാകുമ്പോൾ എനിക്കതൊരു സന്തോഷമാവും. അത് കേട്ടപ്പോൾ നിരഞ്ജൻ പറയണേ, മാലിനി വരാനൊന്നും പോകുന്നില്ല അമ്മേ, മാലിനി വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ പെട്ടെന്ന് മാലിനി, അതെന്താ നിരഞ്ജ മാലു എന്നൊക്കെ വിളിച്ചിട്ട് ഇപ്പോൾ മാലിനി എന്ന് വിളിക്കുന്നത്? മാലു പോയോ? അത് കേട്ടപ്പോൾ അമ്മ, എന്താ മാലുവോ? ആരാ മാലു? അത് പിന്നെ അമ്മേ, എന്നെ മാലു എന്നാണ് നിരഞ്ജൻ വിളിക്കാറുള്ളത്. ഞങ്ങൾ ക്യാമ്പസിലുണ്ടായിരുന്ന നിമിഷത്തിൽ എന്നെ മാലു എന്നാണ് നിരഞ്ജൻ വിളിക്കാറ്. അങ്ങനെ വിളിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക സുഖമാണ്, എനിക്കൊരു സന്തോഷമാണ്, എനിക്ക് ഒപ്പമുണ്ട് എന്ന്, എനിക്ക് പ്രിയപ്പെട്ട ആൾ ഒപ്പമുണ്ട് എന്ന് എനിക്ക് തോന്നിപ്പോവും. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മ പറയാണ്, അല്ല ഇനിയും വൈകിട്ടില്ലല്ലോ, ഒരു വിവാഹ ജീവിതമൊക്കെ മാലിനിക്ക് ആവാലോ, അതിന് എനിക്ക് പറ്റിയ ഒരാളെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി എല്ലാവർക്കും എല്ലാം തികഞ്ഞ ആളെ കിട്ടണം എന്നൊന്നും ഇല്ലല്ലോ, അതൊന്നുമില്ല, പക്ഷേ എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാൻ തോന്നണം എന്നുള്ള ഒരാൾ വേണ്ടേ, അതുകൊണ്ട് അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. അങ്ങനെ ഒരാൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് എന്ന് പറയുമ്പോഴൊക്കെ അമ്മയ്ക്ക് ഒരു സംശയം വരാം കേട്ടോ. അങ്ങനെ എന്നാൽ ശരി അമ്മ, ഞങ്ങൾ പെട്ടെന്ന് പോട്ടെ എന്ന് പറഞ്ഞ് നിരഞ്ജൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയില്ല നിരഞ്ജ എന്ന് അമ്മ ചോദിക്കാട്ടോ. അപ്പോൾ മാലിനി വീണ്ടും പുറത്ത്, അതെന്താ ഓർത്ത് വെക്കാൻ മാത്രം അമ്മ എന്താ പറഞ്ഞത്? അതോ അത് ഞാൻ പോകുന്ന വഴിയിൽ വെച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെ മാലിനി, അല്ല അമ്മ എന്നോട് ഈ വീട്ടിലേക്ക് ഇനി വന്നു പോവരുത്, എന്നെയും കൂട്ടി വന്നു പോവരുത് എന്നാണോ നിരഞ്ജനോട് ഏയ് അല്ല അമ്മ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തിനാണ് നിരഞ്ജ വെറുതെ എന്നോട് കള്ളം പറയുന്നത്? എനിക്കറിയാം, ഇതെല്ലാം എനിക്കറിയാം, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ലല്ലോ. പക്ഷേ ഇങ്ങനെ 4 പേരിങ്ങനെ പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ഏതുവരെ എത്തുമെന്നുള്ളത് ഒരു ഉറപ്പുമില്ല. ഇപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബന്ധം എന്നുള്ളത്, പക്ഷേ കാണുന്നവർക്ക് അങ്ങനെ തോന്നില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഇനിയുള്ള മുന്നോട്ടുള്ള ബന്ധം എന്ന് പറയട്ടെ. അങ്ങനെ നിരഞ്ജനും മാലിനിയും കാർ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോഴൊക്കെ അമ്മയ്ക്ക് ദേഷ്യം പിടിച്ച് അവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നതൊക്കെ കാണുമ്പോൾ ദേഷ്യം പിടിച്ചാണ് നിൽക്കുന്നത്. പിന്നീട് ശരത്ത് ചന്ദ്ര പറഞ്ഞ പ്രകാരം തന്നെ വീട്ടിലേക്ക് എത്തുക കേട്ടോ, സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ ശരത്ത് ബൈക്കിൽ വന്ന് ഇറങ്ങുന്നത് കാണുന്നത് പ്രേമയാണ്. പ്രേമ ജനൽ വഴി കാണുകയാണ്. അപ്പോൾ പ്രേമ ഇവനിക്കിട്ട് 2 കൊടുക്കണം എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ദേഷ്യത്തിൽ ശരത്തിനെ കാണുമ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ശരത്താണെങ്കിൽ പ്രേമയെ കാണുന്നില്ല. അങ്ങനെ അകത്തേക്ക് വരികയാണ്. ചന്ദ്ര എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ പ്രേമ ഒരു വടിയെടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ കഥക് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രേമ ചോദിക്കുകയാണ്, ആരാണെന്ന് ചോദിക്കുമ്പോൾ, ചേച്ചിക്ക് എന്നെ മനസ്സിലായില്ലേ, ഞാനാണ് ശരത്താണ്. ശരത്തോ, നീ ആരാണ്? ഞാൻ ചന്ദ്രയുടെ ഫ്രണ്ടാണ്. നീ ചന്ദ്രയുടെ ഫ്രണ്ടോ? നിന്നെ കണ്ടാലൊരു കള്ളനെ പോലെയുണ്ടല്ലോ. അയ്യോ ചേച്ചി, ഞാൻ കള്ളനൊന്നുമല്ല, ഞാൻ ചന്ദ്രയുടെ ഫ്രണ്ടാണ്. അയ്യോ സോറി, എനിക്ക് മനസ്സിലായില്ല. എന്താ ചന്ദ്രയുടെ ഫ്രണ്ടാണെങ്കിൽ അകത്തേക്ക് കയറിയിരിക്കുക എന്ന് പറയട്ടോ. അങ്ങനെ ശരത്ത് അകത്ത് കയറിയ ഉടനെ തന്നെ പ്രേമ ബാക്കിൽ നിന്നും ശരത്തിൻ്റെ നടുമ്പുറത്തേക്ക് ആ വടി വെച്ച് ഒരടി അങ്ങ് അടിക്കുകയാണ്. അതോടുകൂടി ശരത്ത് അയ്യോ എന്നങ്ങ് പറയട്ടോ. എന്നിട്ട് സോഫയിൽ പോയി വീഴാണ്. അപ്പോഴത്തേക്കും തലങ്ങും വിലങ്ങും ശരത്തിനെ പ്രേമ നന്നായിട്ട് തന്നെ വടി വെച്ച് അടിക്കുകയാണ് കേട്ടോ. ആ ഒരു സൗണ്ട് കേട്ടിട്ട് ചന്ദ്ര അവിടേക്ക് ഓടി വരികയാണ്. എന്നിട്ട് ചന്ദ്ര തടയാൻ വേണ്ടി നിൽക്കുമ്പോൾ ചന്ദ്രയ്ക്കും കിട്ടുന്നുണ്ട് പ്രേമയുടെ കയ്യിൽ നിന്നും. അപ്പോഴത്തേക്കും രംഗനും അച്ഛനും ഒക്കെ ഓടി വരിക കേട്ടോ. എന്നിട്ട് പ്രേമയെ തടയാൻ നോക്കുമ്പോൾ അവർക്കൊന്നും തടയാൻ കഴിയുന്നില്ല. അങ്ങനെ ശരത്തിന് പൊതിരെ അടിക്കുകയാണ്.
ഓടുകയാണ്. അതോടുകൂടി ശരത്ത് വേദന സഹിക്കാൻ കഴിയാതെ നേരെ കിച്ചണിലേക്ക് ഓടുകയാണ്. എന്നിട്ട് കിച്ചണിൽ വെച്ചും പ്രേമ നന്നായിട്ട് തന്നെ ശരത്തിനെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. ഒപ്പം ചന്ദ്രയ്ക്കും കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ കിച്ചൻ്റെ ഡോറ് വഴി നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ അവിടെ നിന്നൊന്നും ഓടി രക്ഷപ്പെടാൻ കഴിയുന്നില്ല. എല്ലായിടത്തും മതിലുള്ളത് കൊണ്ട് തന്നെ ശരത്ത് പെട്ടെന്ന് മതിൽ കൊത്തിപ്പിടിച്ച് കയറാൻ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പുറത്തേക്ക് ചാടാൻ വേണ്ടി, പക്ഷേ അവിടെ നിന്നും ശരത്തിന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അപ്പോഴൊക്കെ പ്രേമ തലങ്ങും വിലങ്ങും ശരത്തിനെ നന്നായിട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ ശരത്ത് അവിടെ നിലത്ത് വീഴാണ്. എന്നിട്ട് അവിടെ നിന്നും എണീറ്റ് ഓടുകയാണ് കേട്ടോ. അപ്പോൾ ഓടുന്ന സമയത്ത് പ്രേമ കയ്യിലുള്ള വടി വെച്ച് നടുമ്പുറത്തേക്ക് ഒരു ഏറങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതോടുകൂടി ശരത്ത് മൂക്കും കുത്തി താഴെ അങ്ങ് വീഴുകയാണ്. എന്നിട്ട് പ്രേമ വീണ്ടും ശരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ചന്ദ്രയും തടയാൻ നോക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രയ്ക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ട് ആ നിലത്ത് വെച്ച് തന്നെ ആ വടി കൊണ്ട് വീണ്ടും പ്രേമ ശരത്തിനും ചന്ദ്രയ്ക്കും നന്നായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ വേദന സഹിക്കാൻ കഴിയാതെ ശരത്ത് നിലവിളിക്കുകയാണ്. ഒപ്പം ചന്ദ്രയും നിലവിളിക്കുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ കയ്യിലുള്ള വടി പ്രേമയുടെ കയ്യിൽ നിന്നും അച്ഛൻ വാങ്ങി ദൂരേക്ക് വലിച്ചെറിയുകയാണ്. എന്നിട്ട് പ്രേമ പിന്നെ അവിടെ കിടക്കുന്ന ശരത്തിനെ കാലുകൊണ്ട് ചവിട്ടുകയാണ് കേട്ടോ. എന്നിട്ട് വയറ്റത്തേക്കും ഒക്കെ ചവിട്ടുകയാണ്, നന്നായിട്ട് ചവിട്ടുകയാണ്. അപ്പോഴൊക്കെ ശരത്ത് നിലവിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് രംഗനും അച്ഛനും എങ്ങനെയൊക്കെയോ പ്രേമയെ അങ്ങ് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. എന്നെ വിട അച്ഛാ, എനിക്ക് അവനെ കൊടുക്കണം, അവൻ കള്ളനാണ്, കള്ളനും കള്ളിയുമാണ്, ഇവരെ രണ്ടുപേരെയും നന്നായിട്ട് അടിക്കണം, എന്നെ വിട അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്ന് പ്രേമയെ റൂമിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ശരത്ത് അയ്യോ എനിക്ക് വേദനിച്ചിട്ട് വയ്യ എന്ന് പറയുമ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, ശരത്തെ എന്തെങ്കിലും പറ്റിയോ? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാണ്? ഇതിനാണോ നീ എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? അത് പിന്നെ പ്രേമിച്ച് ഇങ്ങനെയൊക്കെ കാണിക്കുമെന്നുള്ളത് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ശരത്ത് പറയാണ്, അല്ല ഇവരുടെ അഭിനയമാണോ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അല്ല അല്ല, അഭിനയമൊന്നുമല്ല, എനിക്ക് അറിയാവുന്നതല്ലേ പ്രേമിച്ചിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല, അവർക്ക് ശരിക്കും ഒന്നും ഓർമ്മയില്ല, അതുകൊണ്ടാണ്. അവർക്കെങ്ങാനും ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ജയിലിലായേനെ, ഇതിലും ഭേദം ജയിലായിരുന്നു. ഇതെന്തൊരു ശിക്ഷയാണ്. ഇനിയും നിനക്ക് എന്തെങ്കിലും സഹായമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തേക്ക് വന്നോളാം എന്ന് പറഞ്ഞ് ചന്ദ്രയെ ഒന്ന് ആക്കിയിട്ട് ശരത്ത് നടുവിനും കുത്തി പിടിച്ചുകൊണ്ട് വയ്യാതെ അങ്ങ് എണീറ്റ് പോവുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ലേശം വെള്ളം കിട്ടുമോ? ഞാനിതാ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറയും. അയ്യോ വേണ്ട, വെള്ളവും എനിക്ക് വേണ്ട, എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷ വിട്ടാൽ മതി, ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം, അല്ലെങ്കിൽ അവരുടെ കൈ കൊണ്ട് പൊന്നിട്ടുണ്ടായേനെ എന്ന് പറഞ്ഞോരാണ് കേട്ടോ. ശരത്ത് അവിടെ നിന്ന് വയ്യാതെ ബൈക്ക് എടുത്തുകൊണ്ട് തിരിച്ചു പോവുകയാണ്. കിട്ടാനുള്ളത് കിട്ടി എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു കേട്ടോ. പ്രേമ കിട്ടിയ അവസരത്തിൽ ശരത്തിനെയും ചന്ദ്രയ്ക്കും നന്നായിട്ട് തന്നെ അടിച്ച് ഒരു പരുവമാക്കിയിട്ടുണ്ട്. പിന്നീട് ദേവികയുടെ ഓഫീസിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മാമച്ചൻ അവിടേക്ക് വരുന്നത്. എന്തായി, എൻ്റെ ബില്ല് പാസ്സാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ ബില്ല് പാസ്സാക്കാനോ? ഞാനത് പാസ്സാക്കില്ല എന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. നിൻ്റെ ഈ ജോലി തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കാനാണ് ഞാൻ ഇനി നോക്കുന്നത്. നിനക്കിനി കോൺട്രാക്ടർ ജോലി കിട്ടില്ല. അത് കേട്ടപ്പോൾ മാമച്ചനെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്താ നീ പറഞ്ഞത്? എൻ്റെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിയതും പോരാ, എന്നിട്ടിപ്പോൾ എനിക്കെതിരെ നീ പ്രവർത്തിക്കുന്നു. നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കൈക്കൂലി വാങ്ങിയെന്നോ? ഇനി മേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് വന്ന് പറയരുത്. ഈ ദേവികയുടെ സ്വഭാവം നിനക്ക് അറിയാഞ്ഞിട്ടാണ്. അത് ശരി, അപ്പോൾ എന്നെ പറ്റിക്കാനാണ് നിൻ്റെ ഉദ്ദേശമല്ലേ? ഈ മാമച്ചൻ ആരാണെന്നുള്ളത് നിന്നെ ഞാൻ കാണിച്ചു തരാം. ഇന്ന് മുതൽ നിൻ്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും സെക്യൂരിറ്റിയെ ദേവിക വിളിക്കുകയാണ്. ഇയാളെ വിളിച്ച് പുറത്താക്കിയെന്ന് പറയുമ്പോൾ അയാൾ പറയാണ്, എനിക്കിങ്ങോട്ട് വരാൻ കഴിയുമെങ്കിൽ എനിക്ക് പുറത്ത് പോവാനും അറിയും, പക്ഷേ നിനക്ക് ഞാൻ തന്ന കൈക്കൂലി, എന്നിട്ട് നീ എനിക്ക് ബില്ല് പാസ്സാക്കി തരാതിരുന്നതിന് നിനക്ക് ഇന്ന് മുതൽ കഷ്ടകാലമാണ് തുടങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞ് മാമച്ചൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പ്രിയ പറയണേ, എന്തിനാണ് ചേച്ചി അയാളോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? മാമച്ചൻ ഒരു വിഷമാണ്. അതിന് അയാളിപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന്. ചെയ്യാത്ത കാര്യം എന്തിനാണ് അയാൾ പറയുന്നത്? ഇങ്ങനെയുള്ളവന്മാരൊക്കെ കുറേ ഉണ്ട്, എനിക്ക് ഇതിലൊന്നും ഒരു പേടിയുമില്ല. അല്ല ചേച്ചി, അയാളെ സൂക്ഷിക്കണം, അയാൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ്, എനിക്ക് അങ്ങനെ ഒരു പേടിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവിക ഇരിക്കുന്നത്. അങ്ങനെ ദേവികയ്ക്ക് ഇനി അടുത്ത ഒരു ശത്രു ഉണ്ടാവുകയാണ് കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.